ഇന്ത്യക്ക് അങ്ങനെ ആശ്വാസ ജയം. ഒരു ശരാശരി ഇന്ത്യൻ ക്രിക്കറ്റ് ഫാന് ഇന്ന് ആഗ്രഹിച്ച എല്ലാ സ്വപ്നങ്ങളും നിറവേറിയിട്ടുണ്ട്. വിൻഡീസ് സൗത്ത് ആഫ്രിക്കയോട് തോറ്റു, ഇന്ത്യ സിംബാബ്വേയോടും ജയിച്ചു. ഇന്ത്യയുടെ വെറും വിജയമായിരുന്നു. T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ തന്നെ ഒരു റെക്കോർഡ് റണ്ണാണ് ഇന്ത്യ എന്ന് സെറ്റ് ചെയ്തത്. എല്ലാവർക്കും പരാതിയായിരുന്നല്ലോ, റണ്ണ് വരുന്നില്ല 300 റൺ അടിക്കും, അല്ലെങ്കിൽ വേൾഡ് കപ്പ് തന്നെ വലിയൊരു റണ്ണ് ഇന്ത്യ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അടിച്ചിട്ടുണ്ട്. എന്തായാലും വിചാരിച്ച പോലെ തന്നെ ഇന്ത്യൻ സ്കോഡിൽ 2 മാറ്റങ്ങളായിരുന്നു. ഒന്ന്, റിങ്കു സിംഗിന് പകരം സഞ്ജു സാംസണും വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ പട്ടേലും ടീമിൽ ഇടം നേടി. ആദ്യം ബാറ്റ് ചെയ്ത് സഞ്ജു സാംസൺ വെസസ് അഭിഷേക് ശർമ്മ, ഒരു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോമ്പിനേഷൻ. നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് അവർ ബിൽഡ് ചെയ്തത്. 48 റൺസിന്റെ നല്ലൊരു തുടക്കമായിരുന്നു. അതിനുശേഷം വന്ന എല്ലാ ബാറ്റ്സ്മാൻമാരും കണ്ടിന്യൂ ചെയ്തു. സ്റ്റാർ ബാറ്റിംഗ്, 250+ സ്കോർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞ നിസാര കാര്യമല്ല ചെന്നൈ പോലത്തെ ഒരു പിച്ചിൽ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ടോട്ടലായിരുന്നു. ഒരുവിധം എല്ലാ ബാറ്റ്സ്മാരും അവരുടെ റിതം കണ്ടെത്തുന്നതും അവരുടെ കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. രണ്ടാമത് ബാറ്റ് ചെയ്ത സിംബാബ്വേക്കാണെങ്കിലോ അവർക്ക് വിചാരിച്ചൊരു റൺ റേറ്റിൽ സ്കോർ മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല തുടക്കം മുതലേ. പക്ഷേ അവർ പൊരുതി നോക്കി. ബട്ട് 250+ സ്കോർ എന്നൊക്കെ പറഞ്ഞ് ചേസ് ചെയ്യാൻ എത്ര പാടാന്ന് നമുക്കറിയാം. ബ്രയാൻ ബെന്നറ്റിന്റെ ബാറ്റിംഗ് അത് എടുത്ത് പറഞ്ഞ ഒരു കാര്യം. പുള്ളി ഈ ഒരു വേൾഡ് കപ്പ് സീസൺ മൊത്തം നല്ല ബാറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് ആദ്യത്തെ മാച്ച് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്. ഇന്നലെ ന്യൂസിലാൻഡിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇന്ന് വെസ്റ്റ് ഇൻഡീസിന് സംഭവിച്ചത്. 86 റണ്ണിന് 6 എന്നുള്ള നിലയിൽ പരുങ്ങായിരുന്നു. പരുങ്ങെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരിക്കൽ പോലും അവരുടെ റൺ റേറ്റ് താഴെ പോയിട്ടില്ലെന്ന്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വിക്കറ്റ് പോയി. അതൊരു പ്രഷർ അവർക്ക് ബിൽഡായി. പക്ഷേ 7ാം വിക്കറ്റിൽ ഇറങ്ങിയ ജെയ്സൺ ഹോൾഡറും റൊമാരിയോ ഷപ്പോർഡും ചേർന്നിട്ട് ഒരു 89 റൺസിന്റെ കിടിലൻ പാർട്ട്ണർഷിപ്പ് അങ്ങ് സെറ്റ് ചെയ്തു. അത് അവർക്ക് ഒരു 176 എന്ന നല്ലൊരു ടോട്ടൽ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. പക്ഷെ എന്തു പറയാൻ, ഈ സീസണിൽ തന്നെ ബെസ്റ്റ് ഫോമുള്ള ടീമാണ് സൗത്ത് ആഫ്രിക്ക. അവർക്ക് മുന്നിൽ ഈ സ്കോറൊന്നും ഒന്നുമില്ലെന്ന് അവർ തെളിയിച്ചു. ഒരു 16 ഓവർ തന്നെ അടിച്ച് ജയിച്ചു. ഇനി വരാൻ പോകുന്നത് സൺഡേയിലെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ചാണ്. അതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനുള്ള മാച്ച്. തോക്കുന്ന ഏത് ടീമാണോ ആ ടീം പുറത്തായിരിക്കും. സോ ഒരു ഫൈനൽ പോലെ തന്നെ വളരെ ക്രൂഷ്യലായ മാച്ചാണ് സൺഡേത്തെ മാച്ച്. നാളെ ഇംഗ്ലണ്ട് വേഴ്സസ് ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡ് നാളെ ജയിക്കുകയാണെങ്കിൽ അവർ സൂപ്പർ 8 ക്വാളിഫൈ ആവും. അങ്ങനെ പാകിസ്ഥാൻ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താവും. പക്ഷെ നാളെ ഇംഗ്ലണ്ട് ജയിച്ച് ന്യൂസിലാൻഡ് തോക്കുകയാണെങ്കിൽ പാകിസ്ഥാന് ചെറിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ഇന്ത്യ സിംബാബ്വെ മാച്ചിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ് എന്തായിരുന്നു?